അപ്പോൾ അടുത്ത ചോദ്യം ഒരു ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ ബി പാർട്ടിലുള്ളതൊന്ന് വായിക്കാം നമുക്ക്, എന്നിട്ട് എ പാർട്ട് ഓരോന്നോരോന്നായിട്ട് വായിച്ചിട്ട് അതിന് മാച്ചാകുന്ന ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നമസ്കാരം, എല്ലാ HSC ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോർഫോളജി എന്നുള്ള പോർഷനിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കുറച്ച് PYQ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിംഗിൾ ലീഫ് പ്ലാന്റ് ഈസ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ അമോർഫോഫാലസ്, ഓപ്ഷൻ ബി ഒപ്പൻഷ്യ, ഓപ്ഷൻ സി ബ്രയോഫില്ലം, ഓപ്ഷൻ ഡി ബിഗോണിയ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? HSSTയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണിത് ഇംഗ്ലീഷിൽ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സിംഗിൾ ലീഫ്, ഒരൊറ്റ ഇല സസ്യം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യത്തിലെ ഓപ്ഷൻസിൽ ഓരോന്നും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അമോർഫോഫാലസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ചേന. ഒഫൻഷ്യ എന്ന് പറയുമ്പോൾ കള്ളിമുൾച്ചെടി അല്ലേ? കള്ളിമുൾച്ചെടിയാണ് നമ്മൾ ഒഫൻഷ്യ എന്ന് പറയുന്നത്. ബ്രയോഫില്ലം എന്ന് പറയുമ്പോൾ ഏതാ? ഇലമുളച്ചി. ഇനി ബിഗോണിയ എന്ന് പറയുമ്പോൾ ബിഗോണിയയുടെ പേര് ഓരോ പ്രദേശത്തും ഓരോ പേരായിരിക്കും. മത്തിപ്പുളി എന്നൊക്കെ അറിയപ്പെടുന്നൊരു പ്ലാന്റ് ആണ്. എത്തനോ ബൊട്ടാണിക്കലൊക്കെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മലയാളം ചിലപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടില്ല എന്നുള്ളതുകൊണ്ട് മലയാളം നമ്മൾ പറയുന്നില്ല, ബിഗോണിയ എന്ന് തന്നെ പറയാം. പാറയുടെയൊക്കെ മേലെ ഇങ്ങനെ കാണുന്നൊരു സസ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒറ്റ ഇല സസ്യം എന്ന് പറയാൻ സാധിക്കുക നമുക്ക് ചേനയാണ്. ചേനയ്ക്ക് ഒരു ഒറ്റ ഇലയാണ്. മീൻസ് അമോർഫോഫാലസ് ആ ഒരു കോം എന്നുള്ള മോഡിഫിക്കേഷൻ്റെ മേലെ നിന്ന് ഇങ്ങനെ മേലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ ഒരു വിടർന്ന് നിൽക്കുന്ന ആ ഒരു ഇല ഒരു ഒറ്റ ഇലയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് HSST ബോട്ടണിയുടെ ഒരു സ്പെഷ്യൽ എക്സാം ഉണ്ടായിരുന്നു 2017 നടന്നിട്ടുള്ള, അതിൽ നിന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദളങ്ങൾ, കേസരങ്ങൾ എന്നിവ അണ്ഡാശയത്തിന് മുകളിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ്. അങ്ങനെയുള്ളതാണെങ്കിൽ പൂവിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിനെ നമ്മൾ എങ്ങനെയുള്ള ഫ്ലവർ എന്നാണ് പറയാന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബാഹ്യദളങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതു ഭാഗത്തിനെയാണ് പറയുന്നത്? വിദളങ്ങളെയാണ് നമ്മൾ ബാഹ്യദളങ്ങൾ എന്ന് പറയുന്നത്. വിദളങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? കാലിക്സ് അല്ലേ? കാലിക്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ബാഹ്യദളങ്ങൾ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ദളങ്ങൾ, അത് കഴിഞ്ഞ് കേസരങ്ങൾ എന്നിവയെ അണ്ഡാശയത്തിന് മുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലാണ്, അണ്ഡാശയത്തിന് മുകളിലാണ് ഇത്രയും ഭാഗങ്ങളെങ്കിൽ അതിനെ എങ്ങനെ പറയുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇത് എങ്ങനെയൊക്കെയാണ്, 3 തരത്തിലുള്ള ഫ്ലോറൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. ഓവറിയുടെ പൊസിഷൻ അനുസരിച്ച് ഫ്ലവേഴ്സിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ നോക്കാം നമുക്ക്. പുഷ്പാസനത്തിൽ അണ്ഡാശയത്തിന് ആനുപാതികമായിട്ട് വിതളപുടം, ദളപുടം, കേസരപുടം എന്ന അവയവങ്ങളുടെ വേൾസിൻ്റെ ഒക്കെ സ്ഥാനം എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂക്കളെ ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ് എന്നിങ്ങനെ 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണെങ്കിൽ ജനിപുടം ഏറ്റവും മുകളിലായും മറ്റു ഭാഗങ്ങളൊക്കെ അതിൻ്റെ അടിയിലായിട്ടും സ്ഥിതി ചെയ്യുന്നു. ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയേ, ഇതാണ് ജനിപുടം. ഈ ജനിപുടത്തിൻ്റെ താഴെ ആയിട്ടാണ് ബാക്കി എല്ലാ ഫ്ലോറൽ വേൾഡ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ ജനിപുടത്തിൻ്റെ താഴേക്ക് നോക്കുക, ഇവിടുന്നാണ് കേസരപുടം തുടങ്ങുന്നത്, ഇവിടുന്നാണ് ദളപുടം തുടങ്ങുന്നത്, ഇവിടുന്നാണ് വിതളപുടവും തുടങ്ങുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒറിജിൻ ഓവറിയുടെ താഴെയാണെന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മളിതിനെ ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓവറിയുടെ പൊസിഷൻ എങ്ങനെയാണ്? സുപ്പീരിയർ, ഏറ്റവും മുകളിൽ ഓവറിയാണ്. പക്ഷെ അത് മലയാളത്തിൽ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, മലയാളത്തിൽ പറയുമ്പോൾ ഇതിപ്പോൾ ഇംഗ്ലീഷിലാകുമ്പോൾ സുപ്പീരിയർ ഓവറി നമ്മൾ പറയുന്നു, സുപ്പീരിയർ ഓവറി എന്ന് പറയുന്നു. പക്ഷേ മലയാളത്തിലെ ടേം ചിലർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻ നമുക്ക് ഇപ്പോൾ തന്നെ മാറ്റാം. അതായത് സുപ്പീരിയർ ഓവറി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അതേ കണ്ടീഷൻ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അധോജനി എന്നാണ് പറയുക. അധോജനി എന്നാണ് ഈ ഒരു കണ്ടീഷൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ വന്നത്? അധോജനി എന്ന് പറയുമ്പോൾ താഴെ ജനി എന്നല്ലേ അർത്ഥം. അധോ എന്ന് കേൾക്കുമ്പോൾ താഴെ എന്നാണ്, ജനി എന്ന് പറയുമ്പോൾ പിസ്റ്റിലാണ്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഇല്ലേ? അപ്പോൾ ആ കൺഫ്യൂഷൻ നമുക്ക് മാറ്റാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഓവറിയെ കൺസിഡർ ചെയ്തുകൊണ്ട്, വിത്ത് റെസ്പെക്റ്റ് ഓഫ് ദിസ് ഓവറിനെ കൺസിഡർ ചെയ്തുകൊണ്ട് മറ്റ് ഫ്ലോറൽ വേൾഡ്സിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ അതാണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് ഫ്ലോറൽ വേൾഡ്സ് ഓവറിയുടെ താഴെയാണ് എന്നുള്ളതാണ് അധോജനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഓവറി കഴിഞ്ഞുള്ള മറ്റ് ഫ്ലോറൽ വേൾഡ്സ് ഏതൊക്കെയാണ്?
നമ്മുടെ സ്റ്റേമനും കൊറോളയും കാലിക്സും ഒക്കെ ഓവറിയുടെ താഴെയാണ് എന്നതിനെയാണ് അധോജനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാറിപ്പോയില്ലല്ലോ. അപ്പോൾ സുപ്പീരിയർ ഓവറി എന്നുള്ള അതേ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ മലയാളത്തിലുള്ള ടേം അധോജനി എന്നാണ്. അപ്പോൾ മീനിങ് വരുന്ന സമയത്ത് രണ്ടും തുല്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ കാണുന്ന ഫ്ലവേഴ്സിനെ ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. സുപ്പീരിയർ ഓവറി കാണുന്ന ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്? കടുക്, ചെമ്പരത്തി, വഴുതിനൊക്കെയാണ് NCERT മെൻഷൻ ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ്. മുന്നോട്ട് പോവാം. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ മനസ്സിലായി. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് പെരിഗൈനസ് ഫ്ലവർ. പെരിഗൈനസ് ഫ്ലവറിൻ്റെ കണ്ടീഷൻ എന്താ നോക്കാം. പെരിഗൈനസ് പൂക്കളിൽ ജനിപുടം മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇടയിലുള്ള ഒരു സ്ഥലത്തായിട്ടാണ് ഈ ഓവറി പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഇൻഫീരിയർ ഓർ ഹാഫ് സുപ്പീരിയർ ഓവറി എന്ന് പറയുന്നത്. ഇൻഫീരിയർ എന്നല്ല, ഹാഫ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ ഓവറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെയാ? മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. പൂർണ്ണമായിട്ടും മുകളിലുമല്ല, പൂർണ്ണമായിട്ടും താഴെയല്ല, അതിൻ്റെ ഒരു മിഡിൽ ഒരു പൊസിഷനിലായിട്ട് ഓവറിനെ കാണുന്ന ഒരു കണ്ടീഷനാണിത്. അപ്പോൾ പുഷ്പഭാഗങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? പുഷ്പാസനത്തിൻ്റെ വക്കിൽ. എന്താണ് ഈ പുഷ്പാസനം? പുഷ്പാസനം എന്ന് പറയുമ്പോൾ തലാമസിനെയാണ് പുഷ്പാസനം എന്ന് പറയുന്നത്. അതായത് ഫ്ലോറൽ വേൾഡ്സ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റിനെയാണ് നമ്മൾ തലാമസ് അല്ലെങ്കിൽ പുഷ്പാസനം എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കാണുക? ഓക്കെ, ഓവറിയെ കൂടാതെയുള്ള മറ്റ് ഫ്ലോറൽ വേൾഡ്സ് എല്ലാം തലാമസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തലാമസ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത്? പെഡിസെല്ലിൻ്റെ അറ്റത്ത്. പെഡിസെൽ എന്ന് പറയുമ്പോൾ ഫ്ലവറിൻ്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ പെഡിസെൽ എന്ന് പറയുക. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കുമല്ലോ, തണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യുന്നൊരു, അതായത് ഫ്ലവർ അതിൻ്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് അറ്റാച്ച് ചെയ്യുന്നൊരു തണ്ട് ഉണ്ടായിരിക്കും. ആ തണ്ടിനെ പറയുന്ന പേരാണ് പെഡിസെൽ. അപ്പോൾ നമ്മൾ ലീഫിനെ അതിൻ്റെ ബ്രാഞ്ചിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ തണ്ടിനെ പീറ്റിയോൾ എന്ന് പറഞ്ഞിരുന്നു. ഫ്ലവറിനെ അറ്റാച്ച് ചെയ്യുന്ന തണ്ടിൻ്റെ പേര് പെഡിസലാണ്. ഇനി ഇൻഫ്ലോറസൻസ് ആണെങ്കിലോ പെഡങ്കിളാണ്. ഓക്കെ, ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു തലാമസിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഹാഫ് ഇൻഫീരിയർ അല്ലെങ്കിൽ ഹാഫ് സുപ്പീരിയർ ആയിട്ടുള്ള ഫ്ലവറിലെ തലാമസിൻ്റെ ഒരു ആകൃതി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് കോൺകേവ് ഓർ സോസർ ഷേപ്ഡ് തലാമസ്. അപ്പോൾ തലാമസ് കുറച്ചിങ്ങനെ കേർവ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഓവർ ഇങ്ങനെ ഒരു പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയതുപോലെ ഇരിക്കുന്നത്. പക്ഷേ ബാക്കി എല്ലാ ഫ്ലോറൽ വേൾഡ്സിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഏകദേശം ഒരേ ലെവലിലുമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏകദേശം ഒരേ നിരപ്പിൽ കാണപ്പെടുന്നു. ഏതൊക്കെ ഫ്ലോറൽ വേൾഡ്സ് ഒക്കെ ഏകദേശം ഒരേ നിരപ്പിൽ കാണപ്പെടുന്നു. ഇവയിലെ അണ്ഡാശയത്തെ പകുതി ഇൻഫീരിയർ അല്ലെങ്കിൽ എന്ന് അറിയപ്പെടുന്നു. ഉദാഹരണമായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? പ്ലം, റോസ, പീച്ച് എന്നിവയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ റോസേസിയ ഫാമിലിയാണ് ഇവിടെ ഒരു കോമൺ ആയിട്ട് നമ്മൾ ഫാമിലി വൈസ് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഈ പെരിഗൈനസ് കണ്ടീഷനെ മലയാളത്തിൽ എന്താ പറയുക? ബാഹ്യജനി എന്ന് പറയും അല്ലേ? ബാഹ്യജനി. ബാഹ്യജനി എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഈ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കോൺകേവ് ആയിട്ടുള്ള സർഫസിൽ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഓവറിനെ കാണുക. അതുകൊണ്ടാണ് ഈ ഓവറിനെ ബാഹ്യജനി എന്ന് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്തതാണ് എപ്പിഗൈനസ് ഫ്ലവർ. എപ്പിഗൈനസ് ഫ്ലവർ നോക്കുക. എപ്പിഗൈനസ് ഫ്ലവറിൽ എങ്ങനെയാണ്? ഓവറി ഇവിടെയാണ് കാണുന്നത്. ഓവറിയുടെ മുകളിലായിട്ടാണ് മറ്റെല്ലാ ഫ്ലോറൽ വേൾഡ്സും. കാലിക്സ് ആണ് ഈ കാണുന്നത്. ഈ മുകളിലേക്ക് ഇരിക്കുന്നത് കൊറോളയാണ്. ഇതാണ് നമ്മുടെ കേസരം. ഇവിടെ കേസരമുണ്ട്. ഇതാണ് കൊറോള, കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഇത് കൊറോളയാണ്. ഇവിടുന്ന് ഇങ്ങനെയാണ് കാലിക്സ്. അപ്പോൾ എല്ലാ ഫ്ലോറൽ വേൾഡ്സും എവിടെയാ? ഓവറിൻ്റെ മുകളിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇൻഫീരിയർ ആയിട്ടുള്ള ഓവറിയാണ്, അതായത് ഓവറി താഴെയാണ്. മറ്റെല്ലാ ഫ്ലോറൽ വേൾഡ്സും ഓവറിനേക്കാളും ലെവൽ മുകളിലാണ് ഉള്ളത്. ഡീപ്പ് കപ്പ് ഷേപ്ഡ് തലാമസ് ആണ്. തലാമസ് ഇങ്ങനെ ഡീപ്പ് കപ്പായിട്ട്, അതായത് നന്നായിട്ട് ഡീപ്പായിട്ട് ഒരു ഡിപ്രഷനിലാണ് ഓവറി ഇരിക്കുന്നത്. ഓവറിയുടെ ചുറ്റിലുമായിട്ട് അതിനോട് യോജിച്ചുകൊണ്ടാണ് തലാമസ് കാണപ്പെടുന്നത്. ഓക്കെ, നേരത്തെ കണ്ട ഫ്ലവറിൽ എങ്ങനെയായിരുന്നു? തലാമസ് ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പിലായിരുന്നു. കോൺകേവ് ഷേപ്പിലിരിക്കുന്ന സമയത്ത് ഒരു ഡിപ്രഷനിൽ നമുക്ക് ഓവറിനെ കാണാൻ പറ്റി. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തലാമസും ഓവറിയും കൂടെ ഫ്യൂസ് ചെയ്ത രീതിയിലാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇതാ, അണ്ഡാശയത്തെ പൂർണ്ണമായി ആവരണം ചെയ്ത് അതുമായി ചേർന്നാണ് കാണപ്പെടുന്നത്. ഏത് ഭാഗം? പുഷ്പാസനം. അണ്ഡാശയവുമായി ചേർന്ന് അതുമായിട്ട് പൂർണ്ണമായി ലയിച്ച് ചേർന്ന രീതിയിലാണ് ഇവിടെ തലാമസിനെ കാണാൻ സാധിക്കുക. മറ്റുള്ള ഭാഗങ്ങൾ എങ്ങനെയായിരിക്കും? അണ്ഡാശയത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. കണ്ടോ, ബാക്കി എല്ലാ ഫ്ലോറൽ വേൾഡ്സും വേറൊരു പ്ലെയിനിൽ എന്നല്ല, വേറൊരു പൊസിഷനിൽ ഓവറിൻ്റെ ലെവലിനേക്കാളും മുകളിലായിട്ടൊരു ലെവലിൽ യോജിച്ചിരിക്കുന്നത് ആയിട്ട് കാണാം.
ഉദാഹരണം നോക്കുക, പേര, വെള്ളരി, സൂര്യകാന്തിയിലെ റേ ഫ്ലോററ്റുകൾ എന്നിവയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ NCERTയിലുള്ള ചിത്രം ഇങ്ങനെയാണ്. നമ്മൾ ആദ്യത്തെ പിക്ചർ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. ഈ രണ്ടെണ്ണവും എന്തിനെ സൂചിപ്പിക്കുന്നു? പെരിഗൈനസ് ഫ്ലവറിനെ സൂചിപ്പിക്കുന്നു. നാലാമത്തത് എപ്പിഗൈനസ് ഫ്ലവറിനെ സൂചിപ്പിക്കുന്നു. നമുക്ക് ആ ഓവറിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ഈ ഫ്ലവറിനെ തിരിച്ചറിയാൻ സാധിക്കുക. ഇങ്ങനെ കംപ്ലീറ്റ്ലി ഏറ്റവും സുപ്പീരിയർ ആയിട്ട് ഓവർ ഇരിക്കുകയാണെങ്കിൽ ഇത് ഹൈപ്പോഗൈനസ് ഫ്ലവർ ആയിരിക്കും. ഒരു കപ്പ് ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു സോസർ ഷേപ്ഡ് ആയിട്ടുള്ള തലാമസ് ഓവറിയായിട്ട് യോജിക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ ആ ഒരു ഫ്ലവറാണ് പെരിഗൈനസ് ഫ്ലവർ. ഇനി കംപ്ലീറ്റ് ആയിട്ട് തലാമസ് ഇതിൽ ജോയിൻ ചെയ്ത് ഏറ്റവും താഴെ പൊസിഷനിൽ ഓവറിനെ കാണുന്ന രീതിയിലുള്ള ഫ്ലവർ ആണെങ്കിൽ അതിനെ എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റുമോ നോക്കുക. ബാഹ്യദളങ്ങൾ, ദളങ്ങൾ, കേസരങ്ങൾ എന്നിവ അണ്ടാശയത്തിന് പൂർണ്ണമായിട്ടും മുകളിലാണ് മറ്റ് ഫ്ലോറൽ വേൾഡ്സ് എങ്കിൽ ആ ഒരു ഫ്ലവർ ഏത് കണ്ടീഷനാണ്? ഉപരിജനിയാണ്, അതായത് എപ്പിഗൈനസ് കണ്ടീഷനാണ്. നമ്മളിവിടെ ഒരു മലയാളം ടേം പറയാൻ വിട്ടുപോയില്ലേ, അതും കൂടി ഒന്ന് പറയാം. ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഉപരിജനി എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ അധോജനി, രണ്ടാമത്തെ കണ്ടീഷൻ ബാഹ്യജനി, മൂന്നാമത്തെ കണ്ടീഷനാണ് ഉപരിജനി. ഇനി ഇത് മാറിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യം കാണാം. ഒരു കപടഫലമാണ്. കപടഫലം എന്ന് പറയുമ്പോൾ ഓവറി ഡെവലപ്പ് ചെയ്തിട്ടാണ് ശരിക്കുള്ള ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റ് ഫ്ലോറൽ പാർട്സ് ഏതെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ട് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക നമ്മൾ? ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുക, അതായത് കപടഫലം എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുക ആപ്പിളിനെയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. ആപ്പിൾ ഒരു ഫോൾസ് ഫ്രൂട്ടിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് എടുത്തതെന്നുള്ളതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എപ്പിഗൈനസ് അണ്ടാശയം താഴെ പറയുന്നതിൽ ഏത് സസ്യകുടുംബത്തിലാണ് കാണപ്പെടുന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മുടെ NCERTയിൽ നോക്കുകയാണെങ്കിൽ എപ്പിഗൈനസ്, ഹൈപ്പോഗൈനസ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ശ്രദ്ധിച്ചല്ലോ. ഈ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് ഫാമിലിയിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നമുക്കൊന്ന് നോക്കാം. ഇനി ഇതല്ലാതെ ടാക്സോണമി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോഴും ഈ ഫാമിലീസിൽ നിന്ന് ഇതുപോലത്തെ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തത് ഹൈപ്പോഗൈനസ് കണ്ടീഷൻ അല്ലേ? ഹൈപ്പോഗൈനസ് കണ്ടീഷൻ നോക്കി, അത് കഴിഞ്ഞ് പെരിഗൈനസ് കണ്ടീഷൻ നോക്കി, പിന്നെ എപ്പിഗൈനസ് കണ്ടീഷൻ നോക്കി. അപ്പോൾ ഓരോന്നിലും എന്തൊക്കെയായിരുന്നു എക്സാമ്പിൾസ് പറഞ്ഞത്? ഇവിടെ നമ്മൾ മസ്റ്റാർഡ്, കടുക് പറഞ്ഞു അല്ലേ? ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. കടുക് ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. കടുക് ഏത് ഫാമിലിയാണ്? ബ്രാസിക്കേസിയേ എക്സാമ്പിളാണ്. പിന്നെ രണ്ടാമത് പിന്നെ എക്സാമ്പിൾ വേറെ എന്താ കണ്ടത്? ചെമ്പരത്തി കണ്ടു. ചെമ്പരത്തി കണ്ടിരുന്നു. ചെമ്പരത്തി ഏത് ഫാമിലിയാണ്? മാൽവേസിയയിലുള്ള ഒരു പ്ലാന്റ് ആണ് ചെമ്പരത്തി. പിന്നെ പെരിഗൈനസ് ഫ്ലവറിൽ എക്സാമ്പിളായിട്ട് എന്തൊക്കെയായിരുന്നു ഉള്ളത്? റോസ, അതായത് റോസ് ഫ്ലവർ, പീച്ച്, പിന്നെ ഏതായിരുന്നു? റോസ്, പീച്ച്, പ്ലം. ഇത്രയും എക്സാമ്പിൾസ് ആയിരുന്നു NCERTയിൽ നമ്മൾ കണ്ടത്. ഇത് മൂന്നും ഏത് ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സാണ്? റോസേസിയയിൽ വരുന്ന മെമ്പേഴ്സാണ്. ഇനി അടുത്തത് എപ്പിഗൈനസിൽ കുക്കുംബർ, അതായത് വെള്ളരി അല്ലേ? വെള്ളരി കണ്ടിരുന്നു. പിന്നെ ഏതാ കണ്ടത് നമ്മൾ? അപ്പോൾ കുക്കുംബർ ഏത് ഫാമിലിയാ? കുക്കുർബിറ്റേസിയേ. പിന്നെ കണ്ടത് പേര ഏത് ഫാമിലിയാണ് വരിക? മിർട്ടേസിയേ. പിന്നെ സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്ലോറസൻസ് ആണല്ലേ? ആ ഇൻഫ്ലോറസൻസിൽ റേ ഫ്ലോററ്റും ഡിസ്ക് ഫ്ലോററ്റും ഉണ്ട്. അപ്പോൾ അതിൽ ഡിസ്ക് ഫ്ലോററ്റാണ് നമ്മൾ എക്സാമ്പിളായിട്ട് കണ്ടത്. ഡിസ്ക് ഫ്ലോററ്റിൽ എന്താണ് കണ്ടത്? നമ്മൾ എപ്പിഗൈനസ് ഫ്ലവർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് ഫാമിലി? ആസ്റ്ററേസിയ ഫാമിലിയാണ്. ആസ്റ്ററേസിയ ഫാമിലിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തന്നിട്ടുള്ള എക്സാമ്പിൾസിനെ വെച്ച് നോക്കുമ്പോൾ ഓരോരോ ഫാമിലീസ് ഏത് രീതിയിലുള്ള ഫ്ലവേഴ്സാണ്
പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഫാമിലീസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഫാമിലീസിൽ നിന്ന് ഇത്രയും ഫാമിലീസ് പഠിച്ചു വെച്ചാൽ തന്നെ ഇതുപോലുള്ളൊരു ചോദ്യത്തിന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എക്സാമ്പിൾസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, എപ്പിഗൈനസ് അണ്ടാശയം താഴെ പറയുന്നതിൽ ഏത് സസ്യകുടുംബത്തിലാണ് കാണപ്പെടുന്നത്? എപ്പിഗൈനസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നോക്കുക, നമ്മൾ ആസ്ട്രേസിയെ, റൂബിയേസിയെ, അപ്പോസൈനേസിയെ, എ ആൻഡ് ബി ഇങ്ങനെയാണ് ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത്. ആ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് എപ്പിഗൈനസിൽ കാണുന്നത് നോക്കുക. അപ്പോൾ എപ്പിഗൈനസ് ഫ്ലവേഴ്സിന് എക്സാമ്പിളായിട്ട് നമ്മൾ കുക്കുംബർ പറഞ്ഞു, അതായത് വെള്ളരി പറഞ്ഞു, പേര പറഞ്ഞു, സൂര്യകാന്തിയിലെ ഡിസ്ക് ഫ്ലോററ്റ് പറഞ്ഞു. ഇനി ഒന്നുകൂടി പറയാം, തെച്ചി. തെച്ചി തെച്ചി എന്നുള്ള ഫ്ലവർ ഏത് ഫാമിലിയിൽ പെട്ടതാണ്? റൂബിയേസിയെ. റൂബിയേസിയെ ഫാമിലിയിൽ പെട്ട ഒരു ഫ്ലവറാണ് തെച്ചി. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള കോമൺ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ചോദ്യത്തിൽ എന്താണ്? എപ്പിഗൈനസ് അണ്ടാശയം താഴെ പറയുന്നതിൽ ഏത് സസ്യകുടുംബത്തിലാണ് കാണപ്പെടുന്നത്? അപ്പോൾ ഈ ഓപ്ഷൻസ് ഏതൊക്കെ തന്നിരിക്കുന്നത് നോക്കാം. ഓപ്ഷൻ എ ആസ്ട്രേസിയെ, ഓപ്ഷൻ ബി റൂബിയേസിയെ, ഓപ്ഷൻ സി അപ്പോസൈനേസിയെ, ഓപ്ഷൻ ഡി എ ആൻഡ് ബി. അപ്പോൾ ഈ ഓപ്ഷനിലുള്ള പ്ലാന്റ് ഫാമിലീസ് നമ്മൾ എഴുതിയിരിക്കുന്നതിലുണ്ടോ നോക്കാം. ആസ്ട്രേസിയ എവിടെയുണ്ട്? ആസ്ട്രേസിയ ഇത് എവിടെ കാണുന്നുണ്ട്? അതായത് സൂര്യകാന്തിയിലെ ഡിസ്ക് ഫ്ലോററ്റിൽ എപ്പിഗൈനസ് ഫ്ലവർ ആണ്. എപ്പിഗൈനസ് ആണല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ റൂബിയേസി എവിടെയുണ്ട്? ഇതാ റൂബിയേസി ഇവിടെയുണ്ട്. അപ്പോൾ റൂബിയേസിയിലും ആസ്ട്രേസിയയിലും എപ്പിഗൈനസ് ഫ്ലവർ ആണെന്ന് നമുക്കറിയാം. അപ്പോസൈനേസിയെ തൽക്കാലം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അപ്പോസൈനേസിയെ നമ്മൾ ടാക്സോണമിയിൽ പഠിച്ചതാണ്. ടാക്സോണമിയിൽ നമ്മൾ നോക്കിയ സമയത്ത് അപ്പോസൈനേസിയയിൽ എപ്പിഗൈനസ് ഫ്ലവർ അല്ല ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. എ ആൻഡ് ബി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കുക്കുർബിറ്റേസിയ സസ്യകുടുംബത്തിലെ കേസരങ്ങൾ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ കുക്കുർബിറ്റേസിയിലെ കേസരങ്ങൾ പ്രത്യേക രീതിയിലുള്ള ഒരു അഡ്ഹഷൻ കാണിക്കുന്നുണ്ട്, ഒരു യൂണിയൻ കാണിക്കുന്നുണ്ട്. ഓർക്കാൻ പറ്റുന്നുണ്ടോ? സ്റ്റെമിൻസ് എല്ലാം കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ ക്ലസ്റ്റർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സിനാൻഡ്രസ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ പിക്ചർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കാം. ഇതാ സിൻജനീഷ്യസും സിനാൻഡ്രസും ഇങ്ങനെ രണ്ട് തരത്തിൽ ആന്തേഴ്സ് യൂണിയൻ കാണിക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. നോക്കുക, സിൻജനീഷ്യസ് ആന്തേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, അതായത് ഫെർട്ടൈൽ ആയിട്ടുള്ള പോർഷൻ മാത്രം യുണൈറ്റ് ചെയ്തിട്ട് ഫിലമെൻറ്റ്സ് ഫ്രീ ആയിട്ടിരിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ സിൻജനീഷ്യസ് കണ്ടീഷൻ എന്ന് പറയുക. അതേസമയം ഫിലമെൻറ്റ്സും ഫ്യൂസ് ചെയ്ത് ആന്തേഴ്സും ഫ്യൂസ് ചെയ്ത് കാണുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള കേസരങ്ങളെയാണ് സിനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കാണുന്നത് എവിടെയാണ്? ആസ്ട്രേസിയയിലെ ഡിസ്ക് ഫ്ലോററ്റ്. ഡിസ്ക് ഫ്ലോററ്റ് എവിടെയാ? ഹെഡ് ഇൻഫ്ലോറസൻസിൽ അല്ലേ? ഹെഡ് ഇൻഫ്ലോറസൻസിൽ ഡിസ്ക് ഫ്ലോററ്റിലാണ് നമ്മൾ സിൻജനീഷ്യസ് കണ്ടീഷൻ കാണുന്നത്. അതേപോലെ കുക്കുർബിറ്റേസിയാണ് നമ്മുടെ ഏതിന് എക്സാമ്പിൾ? സിനാൻഡ്രസ് കണ്ടീഷൻ കാണുന്നതിന് എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കുക്കുർബിറ്റേസിയ സസ്യകുടുംബത്തിലെ കേസരങ്ങൾ ഏത് രീതിയിലുള്ള അഡ്ഹഷനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ സിനാൻഡ്രസ് കണ്ടീഷനാണ്. നമ്മളിപ്പോൾ ചിത്രം വെച്ച് നോക്കിയല്ലോ. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് സിനാൻഡ്രസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യം കാണാം. ഇനി ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ PYQs ആയിരുന്നു നോക്കിയത്. അപ്പോൾ ഇതേ പാറ്റേണിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഫില്ലോഡ് ഏത് സസ്യഭാഗത്തിൻ്റെ രൂപാന്തരണമാണ്? അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഒരു ക്ലാസ്സിൽ മോർഫോളജിക്കൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടുള്ളവർക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫില്ലോഡ് എന്ന് പറഞ്ഞാൽ ഏത് സസ്യഭാഗത്തിൻ്റെ മോഡിഫിക്കേഷനാണ്? ഫില്ലോഡിന് എക്സാമ്പിൾ അക്കേഷ്യ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അത് ഏത് ഭാഗത്തിൻ്റെ മോഡിഫിക്കേഷനാണ്? പീറ്റിയോളിൻ്റെ മോഡിഫിക്കേഷനാണ്. ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ആൻസർ കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, ടെൻഡ്രിലാൽ ഇലഞ്ഞിട്ട് കാണപ്പെടുന്നത്. ഇലഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പീറ്റിയോൾ. ടെൻഡ്രിലാർ ആയിട്ടുള്ള പീറ്റിയോൾ കാണപ്പെടുന്നത് ഏത് സസ്യത്തിലാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓർക്കാൻ പറ്റുന്നുണ്ടോ? അക്കേഷ്യയിൽ നമ്മൾ എങ്ങനെയുള്ള കാര്യമായിരുന്നു പറഞ്ഞത്? നമ്മൾ ഫില്ലോഡ് പറഞ്ഞിരുന്നു. നെപ്പന്തസിൽ എന്തായിരുന്നു പറഞ്ഞത്? ഇതൊക്കെ മോർഫോളജീൻ്റെ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയതൊക്കെ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. ആൻസർ ക്ലമാറ്റിസ് ആണ്. ക്ലമാറ്റിസിലാണ് എങ്ങനെയുള്ളത്? ടെൻഡ്രിലാർ ആയിട്ടുള്ള ഇലഞ്ഞിട്ട്
കാണപ്പെട്ടത്. അപ്പോൾ ഇലഞ്ഞെട്ട് നമ്മൾ സ്വള്ളനായിട്ടുള്ള ഇലഞ്ഞെട്ട് പറഞ്ഞിരുന്നു, വിങ്ഡ് ആയിട്ടുള്ള ഇലഞ്ഞെട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കുക, എക്സാമ്പിൾസും കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിലുള്ള ഓപ്ഷൻസുമായിട്ട് ബി പാർട്ടിലുള്ള ഓപ്ഷൻസ് മാച്ച് ചെയ്യണം. ബി പാർട്ടിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ട്രാപ്പ, പൈസം സറ്റൈവം, പോളിഗോണം, ഫൈക്കസ് ആൻഡ് സിട്രസ്. അപ്പോൾ ഇത്രയും ആയിട്ട് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. ഇലകൾ പോലുള്ള സ്റ്റിപ്യൂൾസ്, സ്റ്റിപ്യൂളിൻ്റെ മോഡിഫിക്കേഷനും പീറ്റിയോളിൻ്റെ മോഡിഫിക്കേഷനും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ എല്ലാം കൂടി പരസ്പരം മാറിപ്പോകാൻ പാടില്ല. നമ്മൾ ഇലകൾ പോലുള്ള സ്റ്റിപ്യൂൾസ് പറഞ്ഞത് പൈസം സറ്റൈവത്തിലായിരുന്നു. സ്റ്റിപ്യൂൾസ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ലീഫി സ്ട്രക്ചേഴ്സായിട്ട് ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതെവിടെയാണ് വരിക? ഇലകൾ പോലുള്ള സ്റ്റിപ്യൂൾസ് നമ്മൾ പൈസം സറ്റൈവുമായിട്ട് യോജിപ്പിച്ചു. ഇനി അടുത്ത് നോക്കുക, ചിറകുള്ള ഇലഞ്ഞിട്ട്. അപ്പോൾ എ ഓപ്ഷൻ 2 ആയിട്ട് മാച്ച് ചെയ്തു. അടുത്ത് നോക്കുക, ചിറകുള്ള ഇലഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ പീറ്റിയോൾ മോഡിഫൈ ചെയ്ത് വിങ്ഡ് പീറ്റിയോൾ ആയിട്ടിരിക്കുന്ന മോഡിഫിക്കേഷൻ ഏതിലാണ് കണ്ടത്? സിട്രസിലാണ് കണ്ടത്. അപ്പോൾ B5. ഇനി അടുത്ത് നോക്കുക, ഒക്രിയേറ്റ് സ്റ്റിപ്യൂൾസ്, അതായത് സ്റ്റെമ്മിനെ മൂടുന്ന രീതിയിൽ മോണോകോട്ടിലെ ലീഫ് ബേസിലുള്ളതുപോലെയുള്ള മോഡിഫിക്കേഷൻ കാണുന്ന സ്റ്റിപ്യൂൾസ് നമ്മൾ ഏതിലായിരുന്നു പറഞ്ഞത്? പോളിഗോണത്തിലാണ് പറഞ്ഞത്. പോളിഗോണത്തിലാണ് ഒക്രിയേറ്റ് സ്റ്റിപ്യൂൾസ് ഉള്ളത്. അപ്പോൾ C3. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, വീർത്ത ഇലഞ്ഞിട്ട്, അതായത് സ്വള്ളൻ പീറ്റിയോൾ. ട്രാപ്പയിൽ, വാട്ടർ ചെസ്നട്ടിലാണ് നമ്മൾ എന്ത് കണ്ടത്? വീർത്ത ഇലഞ്ഞിട്ട് കണ്ടത്. അപ്പോൾ ഏതുമായിട്ടാണ് യോജിപ്പിക്കേണ്ടത്? ട്രാപ്പ. ഡി ഓപ്ഷൻ 1 മാച്ച് ചെയ്യണം. ഇനി സ്കെയിലി സ്റ്റിപ്യൂൾസ്, ഫൈക്കസിലും പ്ലാവിലൊക്കെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? സ്കെയിലി ആയിട്ടുള്ള സ്റ്റിപ്യൂൾസ് ആയിരുന്നു. യങ് ഫ്ലോറൽ അല്ല, ലീഫിൻ്റെ ബഡ്സിനെയൊക്കെ കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സ്റ്റിപ്യൂൾ മോഡിഫിക്കേഷൻ ആയിരുന്നു സ്കെയിലി സ്റ്റിപ്യൂൾസ്. അപ്പോൾ അത് കണ്ടത് ഫൈക്കസിലാണ്. അപ്പോൾ ഈ ഓപ്ഷൻ മാച്ച് ചെയ്യേണ്ടത് നമ്മൾ 4th ഓപ്ഷനോടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഏതാണ്? A2, B5, C3, D1. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ചെക്ക് ചെയ്യാം. കണ്ടോ, ആൻസർ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം കാണാം. അപ്പോൾ അടുത്ത ചോദ്യം ഒരു ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ ബി പാർട്ടിലുള്ളതൊന്ന് വായിക്കാം നമുക്ക്. എന്നിട്ട് എ പാർട്ട് ഓരോന്നോരോന്നായിട്ട് വായിച്ചിട്ട് അതിന് മേച്ചാന്ന് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ബി പാർട്ടിലുള്ളത് ആര്യവേപ്പ്, ചെമ്പരത്തി, പേര, ക്യാരറ്റ്, ഏഴിലംപാല. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ പോർഷനിൽ ഓരോന്നോരോന്നായിട്ട് വായിച്ചിട്ട് അതിന് മേച്ചാവുന്നത് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആൾട്ടർനേറ്റ് ഫില്ലോ ടാക്സി. ആൾട്ടർനേറ്റ് ഫില്ലോ ടാക്സി എന്ന് പറയുമ്പോൾ ഫില്ലോ ടാക്സി എന്താണെന്ന് അറിയണം. ഫില്ലോ ടാക്സി എന്തായിരുന്നു? ഒരു തണ്ടിൻ്റെ മേലെ ഇലയുടെ വിന്യാസം, വിവിധ തരത്തിലുള്ള ഇലയുടെ വിന്യാസത്തിനെയാണ് നമ്മൾ ഫില്ലോ ടാക്സി എന്ന് പറയുക. അതിൽ ആൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്, അങ്ങനെ 3 ഫില്ലോ ടാക്സിയാണ് നമ്മുടെ NCERT-യിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 3 തന്നെ പഠിച്ചാൽ മതിയാവും. അതിന് NCERT-യിൽ സ്പെഷ്യൽ എക്സാമ്പിൾസ് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിക്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എക്സാമ്പിൾസൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നോക്കാം. ആൾട്ടർനേറ്റ് ഫില്ലോ ടാക്സി കാണിക്കുന്നത് ഏത് ചെടിയാണ്? ചെമ്പരത്തിയിലാണ് ആൾട്ടർനേറ്റ് ഫില്ലോ ടാക്സി ഉള്ളത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ മാച്ച് ആയത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അല്ലേ. അപ്പോൾ എ ഓപ്ഷൻ മാച്ച് ആവുന്നത് ഓപ്ഷൻ 2ലേക്കാണ്. ഇനി രണ്ടാമത്തെ നോക്കുക, ബി. ഓപ്പോസിറ്റ് ഫില്ലോ ടാക്സി ഏതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും? ഓപ്പോസിറ്റ് ഫില്ലോ ടാക്സി പേരയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷനാണത്. ഓപ്ഷൻ ബി. ഓക്കെ, ഇനി വേൾഡ് ഫില്ലോ ടാക്സി, ഏഴിലംപാലയുടെ പിക്ചറാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏഴിലംപാലയാണ് ഇങ്ങോട്ട് മാച്ച് ചെയ്യേണ്ടത്, ഓപ്ഷൻ സിയോട് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ഡി ഓപ്ഷൻ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫും ഉണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് ഏത് പ്ലാന്റിൻ്റെ പിക്ചറാണ് ടെക്സ്റ്റിലുള്ളതെന്നറിയോ? ആര്യവേപ്പിൻ്റെ പിക്ചറാണ് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഓർത്തിരിക്കണം. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ഇല കാണുന്നത് ആര്യവേപ്പിലാണ്. D1. അപ്പം ഇനി സ്വാഭാവികമായിട്ടും അടുത്തത് ഏതാ വരാൻ നമുക്ക് മനസ്സിലാവും. എന്നാലും നമുക്ക് വായിച്ച് നോക്കണം. ഡി കോമ്പൗണ്ട് ലീഫ്, അതായത് കോമ്പൗണ്ട് ലീഫിൽ തന്നെ ഏറ്റവും കോംപ്ലക്സ് ടൈപ്പ് ആയിട്ടുള്ളത് ഏതാണ്? ഡി കോമ്പൗണ്ട് ലീഫുകളാണ്. അപ്പോൾ ഈ ലീഫുകൾ ഏതിലാണ് കാണുന്നത്? ക്യാരറ്റിൽ കാണുന്നുണ്ട് അല്ലേ. ക്യാരറ്റിലും മല്ലിയിലൊക്കെ കാണുന്ന ഏറ്റവും ബ്രാഞ്ചഡ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, കൂടുതൽ സംയുക്ത ഇലകൾ അടുക്കി വെച്ചിട്ടുള്ള രീതിയിലുള്ളത്, ഒരുപാട് ബ്രാഞ്ചസും ബ്രാഞ്ചലെറ്റ്സും ഒക്കെ കാണുന്ന കോമ്പൗണ്ട് ലീവ്സ് ആണ് ഡി കോമ്പൗണ്ട് ലീവ്സ്. അതിന് എക്സാമ്പിളാണ് ക്യാരറ്റ്. അപ്പോൾ ഈ ഓപ്ഷന് മാച്ച് ആവുന്നത് 4ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിനി ഇതിലെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏതാണ്? A2, B3, C5, D1, E4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ എ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കുക, ഇഞ്ചി ഒരു ഡാഷ് ആണ്. ഇഞ്ചി
ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതിനോടാണ് മാച്ച് ആവുന്നത് നോക്കാം. ഒരു സംഭരണ വേരാണ്, ഒരു സംഭരണ കാണ്ഡം, തായ് വേര് ഇവയൊന്നുമല്ല. അപ്പം ഇഞ്ചി ഏത് രീതിയിലുള്ളൊരു ഭാഗമാണ്? ഒരു സംഭരണ കാണ്ഡമാണ്. ഓർക്കുന്നുണ്ടോ വായിച്ചത്? നമ്മൾ മോർഫോളജിയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇഞ്ചിയുടെ പ്രത്യേകതയൊക്കെ. അപ്പോൾ ഇഞ്ചി ഒരു സംഭരണ കാണ്ഡമാണ്. ആൻസർ കിട്ടിയല്ലോ. അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് ശരിയോ തെറ്റോ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓരോ ഓപ്ഷൻസും വായിച്ചിട്ട് കൺഫ്യൂഷനൊന്നും ആവാതെ വായിച്ച ഉടനെ തന്നെ അവിടെ ചെറുതായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഓപ്ഷൻസിലേക്ക് വരിക. ഓക്കെ, ഓപ്ഷൻസ് വായിക്കാം. ഫില്ലോ ക്ലാഡുകളും ക്ലാഡോഡുകളും പ്രകാശ സംശ്ലേഷണം നടത്തുന്ന രൂപാന്തരണങ്ങളാണ്. ഓർത്ത് നോക്കുക, ഫില്ലോ ക്ലാഡ് എവിടെയായിരുന്നു? നമ്മൾ ഫില്ലോഡ്, ഫില്ലോ ക്ലാഡ്, ക്ലാഡോഡ് മൂന്നും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തതാണ് കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫില്ലോഡ് അക്കേഷ്യ ആയിരുന്നു, ഫില്ലോ ക്ലാഡ് കള്ളിമുൾച്ചെടിയായിരുന്നു, ക്ലാഡോഡ് ശതാവരി ആയിരുന്നു എക്സാമ്പിൾ. അപ്പോൾ ഓർത്ത് നോക്കുക, ഫില്ലോ ക്ലാഡുകളും ക്ലാഡോഡുകളും എന്തിനു വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് തന്നെയായിരുന്നു? പ്രകാശ സംശ്ലേഷണം നടത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ശരിയാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ നോക്കുക, ഫില്ലോ ക്ലാഡുകൾ ശതാവരിയിലും ക്ലാഡോഡുകൾ കള്ളിമുൾച്ചെടിയിലുമാണ് കണ്ടത്. ഞാനിപ്പോൾ തൊട്ട് മുന്നേ ഇപ്പോൾ അത് പറഞ്ഞിട്ടേ ഉള്ളൂ. എക്സാമ്പിൾസ് എങ്ങനെയാണ്? ഫില്ലോ ക്ലാഡുകൾ കള്ളിമുൾച്ചെടിയിലാണ് കാണുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻ നേരെ തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. ശതാവരിയിൽ ഏതാ കാണുന്നത്? ക്ലാഡോഡാണ് കാണുന്നത്. ഓക്കെ, ശതാവരിയിൽ കാണുന്നത് ക്ലാഡോഡുകളും ഫില്ലോ ക്ലാഡുകൾ കാണുന്നത് കള്ളിമുൾച്ചെടിയിലുമാണ്. അപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് നേരെ തിരിച്ചായതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? എ ശരിയും ബി തെറ്റുമാണ്. ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം കാണിക്കാം. നോക്കുക, ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. പൊയ്ക്കാൽ വേര്, പറ്റുവേര്, താങ്ങുവേര്, തായ് വേര്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടേംസ് ആണ്. ഈ ടേംസുമായിട്ട് മാച്ച് ചെയ്യുന്നത് ബി കോളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണം. നമുക്ക് നോക്കാം. പൊയ്ക്കാൽ വേരുകൾ കാണുന്നത് ഏതിലാണ്? പൊയ്ക്കാൽ വേര് ഞാൻ പറഞ്ഞിരുന്നു, ആറ്റ് കൈതയിലും കരിമ്പിലും ഒക്കെ കൂടുതൽ പ്രതലത്തിലേക്ക് ഒരു ബലം നൽകാൻ വേണ്ടിയിട്ട്, ഒരു താങ്ങ്, എക്സ്ട്രാ താങ്ങ് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരുകളാണ് ഏത്? പൊയ്ക്കാൽ വേര് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? കൈത. ഇനി പറ്റുവേര് എന്ന് പറയുമ്പോൾ ക്ലിങ്ങിങ് റൂട്ടുകളാണ്. ക്ലിങ്ങിങ് റൂട്ടുകളും ക്ലൈംബിംഗ് റൂട്ടുകളും മാറിപ്പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിങ്ങിങ് റൂട്ടുകൾ ഒരു സ്പെഷ്യൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസും കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ട് സബ്സ്ട്രേറ്റത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി വേരുകൾ പ്രൊഡ്യൂസ് ചെയ്ത് പറ്റി പിടിച്ച് ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേരുകളാണ്. അതേസമയം ക്ലൈംബിംഗ് റൂട്ടുകളോ അങ്ങനെ കെമിക്കൽ സബ്സ്റ്റൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന വേരുകളെയാണ് നമ്മൾ ക്ലൈംബിംഗ് റൂട്ട്സ് എന്ന് പറയുന്നത്. ക്ലൈംബിംഗ് റൂട്ട്സിന് എക്സാമ്പിളായിട്ട് കുരുമുളകും വെറ്റിലയൊക്കെ ഓർക്കാവുന്നതാണ്. അതേസമയം ക്ലിങ്ങിങ് റൂട്ടിന് എക്സാമ്പിളായിട്ടോ ഐവി ഒക്കെയാണ് ഓർക്കാൻ പറ്റുക. ഐവി എന്ന് പറഞ്ഞ പ്ലാന്റ് ഒരു മണി പ്ലാന്റ് പോലെയുള്ള ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പറ്റ് വേര് അല്ലെങ്കിൽ ക്ലിങ്ങിങ് റൂട്ടിന് എക്സാമ്പിളായിട്ട് ഐവി മാച്ച് ചെയ്യാവുന്നതാണ്. താങ്ങ് വേരിന് നമ്മൾ എക്സാമ്പിളായിട്ട് ആലാണ് പഠിച്ചത്. തായ് വേരിനോ? തായ് വേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണിക്കൽ വേര്, അതേപോലെ നാപ്പിഫോം വേരുകളൊക്കെ തായ് വേരിന് എക്സാമ്പിളാണ്. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ തായ് വേരുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? A3 B4 ആ രീതിയിൽ വരും. അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ ഇതെങ്ങനെയാണ് മാച്ച് ചെയ്തെന്നൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം കാണാം. ശരിയോ തെറ്റോ എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഒരു പൂങ്കുലയെ ചുറ്റിയുള്ള ബ്രാക്റ്റുകളുടെ ഒരു നിര, ഒരു പൂങ്കുലയെ ചുറ്റിയുള്ള ബ്രാക്റ്റുകളുടെ ഒരു നിരയെ ഗ്ലൂംസ് എന്ന് പറയുന്നു. അതേപോലെ പുല്ലിലെ പൂക്കളിലെ സംരക്ഷണ കവചങ്ങളെ ഇൻവൊല്യൂക്കർ എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും ശരിയോ തെറ്റോ എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. നോക്കാം, ഒരു പൂങ്കുലയെ ചുറ്റിക്കൊണ്ട് ബ്രാക്റ്റ് വരികയാണെങ്കിൽ അതിനെ ഇൻവൊല്യൂക്കർ എന്നാണ് പറയുക. അപ്പോൾ ഇത് തെറ്റാണ്. രണ്ടാമത്തത് പുല്ലിലെ പൂക്കളിലെ സംരക്ഷണ ആ ഒരു ആവരണത്തിൻ്റെ പേര് ഗ്ലൂംസ് എന്നാണ്, അത് ഇൻവൊല്യൂക്കർ അല്ല. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഇത് പരസ്പരം മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. പൂങ്കുലയെ ചുറ്റിയുള്ള ബ്രാക്റ്റുകളുടെ നിരയെ ഇൻവൊല്യൂക്കർ എന്നും അതേപോലെ പുല്ലിലെ പൂക്കളുടെ സംരക്ഷണ ആ ഒരു കവചത്തിനെ ലെമ്മയും പാലിയുമാണ്, അതിന് രണ്ടിനെയും കൂടി ചേർത്ത് നമ്മൾ ഗ്ലൂംസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് രണ്ടും തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് ആൻസർ. ചെക്ക് ചെയ്യാം. കണ്ടല്ലോ, ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇഞ്ചി, മഞ്ഞൾ എന്നിവയിലെ ഭൂകാണ്ഡം എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂസിഫോം, നാപ്പിഫോം, റൈസോം, അപസ്ഥാനീയം. അപ്പോൾ അതെങ്ങനെയുള്ള ഭൂകാണ്ഡമായിരുന്നു? റൈസോം ആയിരുന്നു. ഇഞ്ചിയിലും മഞ്ഞളിലും റൈസോമാണ് കണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം കാണാം. വാഴയിലെ സക്കർ എന്തിൻ്റെ രൂപാന്തരണമാണ്? നമ്മൾ വാഴ, അതുപോലെ ജമന്തി, പിന്നെ മുള, ഇതിലൊക്കെ സക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സക്കർ ഏത് രീതിയിലുള്ളതാണ്?
ഒരു കാണ്ഡ രൂപാന്തരണമാണ്, കാണ്ഡത്തിൻ്റെ രൂപാന്തരണമാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് സ്റ്റെമ്മ് കുറച്ചധികം മോഡിഫിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഏത്, ഈ ഒരു സക്കറിൻ്റെ മോഡിഫിക്കേഷൻ, സക്കർ മോഡിഫിക്കേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സക്കർ, റണ്ണർ, സ്റ്റോളൻ എന്നിവ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ റണ്ണർ, സക്കർ, സ്റ്റോളൻ എന്നതിനോട് ഏറ്റവും മേച്ചാവുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വായിച്ചു നോക്കാം. ഓപ്ഷൻ എ, കായിക പ്രജനനത്തിന് സഹായിക്കുന്ന വേര് രൂപാന്തരണങ്ങളാണ്. ഓപ്ഷൻ എയിൽ അതാണ് പറയുന്നത്. അപ്പോൾ വേരിൻ്റെ രൂപാന്തരണങ്ങളാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി നോക്കുക, കായിക പ്രജനനത്തിന് സഹായിക്കാത്ത കാണ്ഡ രൂപാന്തരണങ്ങളാണെന്ന് പറയുന്നു. ഇനി ഓപ്ഷൻ സിയിൽ കായിക പ്രജനനത്തിന് സഹായിക്കുന്ന കാണ്ഡ രൂപാന്തരണങ്ങളാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ ഇതൊന്നുമല്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് റണ്ണർ, സക്കർ, സ്റ്റോളൻ, ഓഫ്സെറ്റ് ഈ 4 മോഡിഫിക്കേഷൻസും സ്റ്റെം മോഡിഫിക്കേഷൻസ് ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഏതാ വരിക? കായിക പ്രജനനത്തിന് സഹായിക്കുന്ന കാണ്ഡ രൂപാന്തരണങ്ങളാണെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നോക്കാം, കണ്ടോ, കായിക പ്രജനനത്തിന് സഹായിക്കുന്ന കാണ്ഡ രൂപാന്തരണങ്ങളാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൽ റണ്ണർ, സക്കർ, സ്റ്റോളൻ ഒന്നുകൂടി ഉണ്ടായിരുന്നല്ലോ നമ്മൾ പറഞ്ഞത്, ഓഫ്സെറ്റ്, അതും കൂടി ഓർക്കുക. അടുത്ത ചോദ്യം കാണാം. അക്വാട്ടിക് റണ്ണർ എന്നറിയപ്പെടുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ 4ാമത്തെ സ്റ്റെം മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റിനെയാണ് അക്വാട്ടിക് റണ്ണർ എന്നറിയപ്പെടുന്നത്. ഓഫ്സെറ്റിൻ്റെ രൂപഘടന എങ്ങനെയായിരുന്നു? ലീവ്സ് ഇങ്ങനെ ഇന്റർനോഡൽ ലെങ്ത് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു റോസെറ്റ് പോലെ ലീവ്സ് അടുക്കി വെച്ചിട്ടുള്ള ഒരു രൂപഘടനയാണ് അതിൻ്റെ സസ്യശരീരത്തിനുള്ളത്. ഒരു ഇന്റർനോഡ് ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് കുറച്ച് ദൂരെ പോയിട്ട് അവിടെ വീണ്ടും ഇതേപോലെ റോസെറ്റ് ഓഫ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഓഫ്സെറ്റിൻ്റെ ഒരു രൂപഘടനയുള്ളത് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ വാട്ടർ ഹയാസിന്ത് എന്നറിയപ്പെടുന്ന എയ്ക്കോർണിയുടെ സസ്യശരീരം കാണപ്പെടുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരിക ഓപ്ഷൻ ഡി ആണ്, ഓഫ്സെറ്റ് ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വേരിൽ നിന്ന് കാണ്ഡത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സവിശേഷത അല്ലാത്തത്. അപ്പോൾ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു കെണി ഉണ്ടാവും, ആകുന്നത്, അല്ലാത്തത്, ശരിയായത്, തെറ്റായത്, അതിലേക്ക് സവിശേഷത അല്ലാത്തത്, ആ രീതിയിലൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാവും, ചോദ്യങ്ങളിൽ ഓരോ കെണി ഉണ്ടാവും. അത് വായിച്ചിട്ട് കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്തുള്ള കൺഫ്യൂഷൻ കൊണ്ടൊക്കെ ഉത്തരം തെറ്റിക്കുന്ന രീതിയിലൊക്കെ കാണാറുണ്ട്. സാധാരണ നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് ആൻസർ ഓപ്ഷൻസ് വായിച്ച് നോക്കുകയാണ്. ഓപ്ഷൻ എ എന്താണ്? പർവ്വങ്ങളും പർവാന്തരങ്ങളും കാണുന്നു. ഓപ്ഷൻ ബി, പർവ്വങ്ങളിൽ ഇല കാണുന്നു. ഓപ്ഷൻ സി, ബീജശീർഷത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. ഓപ്ഷൻ ഡി എന്താണ്? ബീജമൂലത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാണ്ഡത്തിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സവിശേഷത അല്ലാത്തത് എന്നാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസും കാണ്ഡത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ കാണ്ഡത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കാണ്ഡത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ബീജമൂലത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്ന് പറയുന്ന കാര്യമാണ്. ബീജമൂലം എന്ന് പറയുമ്പോൾ റാഡിക്കിളാണ്. റാഡിക്കിളിൽ നിന്ന് എന്താ രൂപപ്പെടുക? റൂട്ട് സിസ്റ്റാണ് ഫോം ചെയ്യുക. അപ്പോൾ അതൊരിക്കലും ഒരു സ്റ്റെമ്മിൻ്റെ ക്യാരക്ടർ അല്ല. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബീജമൂലത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നുള്ള കാര്യമാണ്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും നമുക്കൊരു സ്റ്റെമ്മിനെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്ന ക്യാരക്ടേഴ്സാണ് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും. എന്തൊക്കെയായിരുന്നു ബാക്കി ക്യാരക്ടേഴ്സ്? പ്ലുമ്യൂളിൽ നിന്ന് രൂപപ്പെടുന്നു എന്നുള്ളത് ഒരു സവിശേഷതയാണ് സ്റ്റെമ്മിൻ്റെ. പ്ലുമ്യൂൾ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താ? ബീജശീർഷം. അപ്പോൾ ബീജശീർഷത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഘടനയാണ് നമ്മൾ കാണ്ഡഭാഗം എന്ന് പറയുക. ഇനി അതുപോലെ സ്റ്റെമ്മിനെ തിരിച്ചറിയാനുള്ള മറ്റ് സവിശേഷതകളാണ് നോഡുകൾ ഉണ്ടായിരിക്കും, ഇന്റർ നോഡുകൾ ഉണ്ടായിരിക്കും. നോഡുകളിൽ നിന്നാണ് ഇലയും ആക്സിലറി ബഡും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ അഡ്വൻറ്റീഷ്യസ് ബഡുകൾ അല്ലെങ്കിൽ അഡ്വൻറ്റീഷ്യസ് റൂട്ട്, പിന്നെ റൂട്ട് സിസ്റ്റം തന്നെ ഈ സ്റ്റെമ്മിൻ്റെ മേലെയായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സ്റ്റെമ്മിനെ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ മോർഫോളജി എന്നുള്ള ഭാഗത്തുള്ള ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് എഴുതിയെടുത്ത് വ്യക്തമായിട്ടൊന്ന് പഠിച്ച് റിവൈസ് ചെയ്തൊക്കെ വെക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം കണ്ടന്റ് നമ്മൾ ആപ്പിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മോർഫോളജിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. റിവിഷൻസ് 2-3 തവണ കഴിഞ്ഞു. അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി, താങ്ക് യു.